പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കൾക്ക് 7 വയസ്സായിട്ടുണ്ടോ? 7 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം മുർസബിയ ഇദാ ബലഗ 7 സിനീന 7 വയസ്സ് പൂർത്തിയായാൽ ഉമ്മ മക്കളോട് കൽപ്പിക്കണോ, മോനെ നിസ്കരിക്കണോ? നിസ്കാരം ഇങ്ങനെയാണ്. ഉമ്മ നിസ്കരിക്കുമ്പോൾ മകനെ ഒന്ന് വിളിക്കണോ? ഉമ്മയോടൊപ്പം നിസ്കരിപ്പിക്കണോ? അല്ലെങ്കിൽ മകളെ ഒന്ന് വിളിക്കണോ? 10 വയസ്സായിട്ടോ നിന്റെ മകൻ നിസ്കരിക്കുന്നില്ലേ? എന്നാൽ നീ ഒരു ഈമാനുള്ള ഉമ്മയല്ല, നിനക്ക് ഈമാനില്ല, നിനക്ക് റബ്ബിനോട് സ്നേഹമില്ല, നിന്റെ മക്കളോട് നിനക്ക് സ്നേഹമില്ല. സ്നേഹമുള്ള ഉമ്മാക്ക് 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മക്കളെ അന്വേഷിക്കാതെ പറ്റൂല. കാരണം നാലക്കോടതിയിൽ നിങ്ങൾ വരൂലേ, റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കൂലേ? നിങ്ങളെ മുമ്പിൽ അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തെന്നറിയോ? വല്ലാത്ത ചോദ്യമാണ്. ഉമ്മയെയും പാപ്പയെയും നിർത്തിയിട്ടോ അല്ലാഹുവിന്റെ ചോദ്യം, അല്ലയോ മനുഷ്യ, മക്കളില്ലാതെ കഷ്ടപ്പെടുമ്പോ, മക്കളില്ലാതെ ദുആ ചെയ്യുമ്പോ, മക്കളില്ലാതെ പ്രയാസങ്ങൾ പറയുമ്പോ, ഞാൻ നിനക്ക് മക്കളെ തന്നില്ലേ, ഞാൻ നിനക്ക് നല്ല കുഞ്ഞുമോനെ തന്നില്ലേ, നീ എന്താണ് ആ മോനെ കൊണ്ട് എനിക്ക് ചെയ്യിപ്പിച്ചതോ? ആ മോനെ കൊണ്ട് എന്താണ് നീ ഇബാദത്തെടുപ്പിച്ചതോ? അപ്പോൾ ഉമ്മല് അതാ ബായിരങ്ങ് വിരല് കടിക്കോ. 10 വയസ്സ് കഴിഞ്ഞാൽ മക്കൾക്ക് നിസ്കാരം ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ചോദിക്കാൻ മനസ്സ് വരുന്നില്ല. ഒരാഴ്ച കാലം നിങ്ങൾ ചോദിച്ചോ? ഉമ്മ മഗ്‌രിബ് നിസ്കരിച്ച് ഖുർആൻ ഓതുന്നവളാണോ? മക്കൾ ഖുർആൻ ഓതും. അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. അധികം ജനങ്ങളും മറന്നുപോകുന്ന 2 നിഅമത്തുകൾ, ഒരുപാട് ജനങ്ങൾ മറന്നുപോകുന്ന 2 നിഅമത്തുകൾ. ആ നിഅമത്തുകൾ എല്ലാവരും മറന്നുപോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അസ്സിഹത്തു, ആരോഗ്യം. അല്ലാഹു തന്ന ആരോഗ്യം ഏറ്റവും വലിയ നിഅമത്താ. നോക്ക് നിങ്ങൾ, ലോകത്ത് പല ജനങ്ങളെ കാണാം. ഞങ്ങൾക്ക് അല്ലാഹു നല്ല നിലക്കുള്ള കണ്ണ് തന്നു, നല്ല നിലക്കുള്ള കൈ തന്നു, നടക്കാനുള്ള കാള് തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധിയും തന്നു. അതുപോലെ തന്നെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് നിഅമത്തുകൾ തന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിറ്റപ്പെടുത്തുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങളെ കൊണ്ട് എണ്ണിത്തിറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് മനുഷ്യൻ മറന്നുപോകും. ആ നിഅമത്താണ് ആരോഗ്യം. കഴിഞ്ഞ ആഴ്ച ജുമാ സമയത്ത് അല്പസമയം മുമ്പ് ഒരാൾ എന്നെ വിളിക്കുകയാണ്. ഫോൺ വിളിച്ച് എന്നോട് പറയുകയാണ്, ഉസ്താദേ, എനിക്ക് 3 വയസ്സുള്ള കുഞ്ഞുണ്ട്. ഇന്ന് ജുമാക്ക് പ്രത്യേകിച്ചൊരു ഉസ്താദ് ദുആ ചെയ്യണം. ആ 3 വയസ്സുള്ള കുഞ്ഞ് ക്യാൻസർ രോഗിയായി കിടക്കുകയാണ്. ആ ബാപ്പ വാവിട്ട് കരയുകയാണ്. വാപ്പ വാവിട്ട് കരഞ്ഞു മാത്രല്ല, എന്നോട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. എന്നോട് സംസാരിക്കാൻ പോലും കഴിയാത്ത ആ ബാപ്പയെ ഞാൻ സമാധാനിപ്പിച്ചു. എന്നോട് അദ്ദേഹം പറയുകയാണ്, ഉസ്താദേ, എന്റെ ഭാര്യ പ്രസവിക്കാതെ 7 വർഷങ്ങളായി. ഞാൻ പല സ്ഥലങ്ങളിലേക്ക് ഓടിച്ചെന്നു. എന്റെ ഭാര്യ ഒന്ന് പ്രസവിച്ച് കിട്ടാൻ, എനിക്ക് നല്ല ഒരു കുഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ പല സ്ഥലങ്ങളിലേക്ക് പോയി. ഞാൻ കേറി ചെല്ലാത്ത മെഡിക്കൽ കോളേജുകളില്ല, ഞാൻ കാണാത്ത ഒരൊറ്റവർ ഡോക്ടർമാരില്ല, ഞാൻ കാണാത്ത ഓരോ തൽസമാത്തിന്റെ അസ്മായിന്റെ പണിയെടുക്കുന്ന തങ്ങന്മാരില്ല. ഞാൻ എല്ലാ സയ്യിദന്മാരുടെ അടുത്തേക്ക് പോയി.
പല സ്ഥലങ്ങളിലേക്കും ഞാൻ ചെന്നെത്തി. അവസാനമായി അല്ലാഹു തആല എനിക്കൊരു കുഞ്ഞു തന്നു. ഞാൻ സന്തോഷിച്ചു വളരെയധികം. എന്നെക്കാളും എന്റെ ഭാര്യ സന്തോഷിച്ചു. ഞാൻ വളരെയേറെ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് എന്റെ കുഞ്ഞ്, എനിക്ക് ആൺകുഞ്ഞ് പിറന്നിട്ടാകുമ്പോ പിന്നെയും എന്നോട് സന്തോഷം കൂടി. ആ കുഞ്ഞിയെ കണ്ടപ്പോൾ എന്റെ എല്ലാ ടെൻഷനുകളും മാറി കിട്ടി. പ്രസവിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു എന്റെ ഭാര്യ. ഡോക്ടർമാർ പറഞ്ഞിട്ടിരുന്നു എന്റെ കുഞ്ഞിക്ക് പല അപകടങ്ങൾ വരുന്നുണ്ട് എന്ന്. എന്നാൽ ഞാൻ അതൊന്നും വില വെക്കാതെ എന്റെ കുഞ്ഞ് പ്രസവിച്ചതിന്റെ ശേഷം ഇപ്പോൾ 3 കൊല്ലമായിട്ടുണ്ട്. ചെറിയ പല്ലുകൾ ആ കുഞ്ഞിനുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം, വളരെ കെയർഫുള്ളായി കേൾക്കണം ഉമ്മമാർ. ചെറിയ പല്ലുകൾ മുളക്കുന്ന സമയമാണ് എന്റെ കുഞ്ഞിന്റെ പല്ല്. അത് കാണുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമായിരുന്നു. പക്ഷേ ഡോക്ടർ മേജർ റൂമിൽ അങ്ങ് എത്തിയതിന്റെ ശേഷം എന്നെ ഡോക്ടർ അങ്ങ് വിളിച്ചതിന്റെ ശേഷം ഡോക്ടർ എന്നോട് പറയുകയാണ്, ഓ നിങ്ങളെ കുഞ്ഞിക്ക് സ്റ്റേജ് നമ്പർ 1 കഴിഞ്ഞ് 2ാമത്തെ സ്റ്റേജിലെ ക്യാൻസർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സങ്ങ് പൊട്ടി എന്നോട് പറയുകയാണ്, ഉസ്താദേ ഞാനെന്ത് തെറ്റ് ചെയ്തു? എന്റെ കുഞ്ഞല്ലേ എനിക്ക് വലുത്. എന്റെ കുഞ്ഞിക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്. എന്റെ കുഞ്ഞിക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചത്. ഇന്നിപ്പോൾ റിപ്പോർട്ട് കേൾക്കുന്നത് എന്റെ കുഞ്ഞിക്ക് ക്യാൻസറാണ്. ആ മനുഷ്യനങ്ങ് വാവിട്ട് കറയുമ്പോ മുഅ്മിനീങ്ങളെ, ഇന്നും ആ മനുഷ്യൻ ആ കുഞ്ഞിക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. അദ്ദേഹത്തിന് ഭക്ഷണം വേണ്ട. അദ്ദേഹത്തിന്റെ മുമ്പിൽ വിപുലമായ ഭക്ഷണങ്ങൾ കൊണ്ടുപോയി വെച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടിച്ചെല്ലുന്നത് കുഞ്ഞുമോന്റെ മുഖമാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്ത് വെച്ചാലും കൺമുമ്പിൽ വന്നെത്തുന്നത് ആ കുഞ്ഞുമോന്റെ മുഖമാണ്. ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്ന ആരോഗ്യം, ആ ആരോഗ്യം നാളെ റബ്ബ് നമ്മളോട് ചോദിക്കൂലേ? ഞങ്ങൾക്ക് നല്ല മക്കളെ തന്ന റബ്ബ്, ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഞങ്ങളെ മുമ്പിൽ കാണിച്ചു തന്ന റബ്ബ്, ഒരു കുഞ്ഞിക്ക് ചെറിയ പനി ബാധിച്ചാൽ അന്ന് രാത്രി ഉമ്മക്ക് ഉറങ്ങാൻ മനസ്സ് വരൂല. പോട്ടെ, ചെറിയ ഒരു കുഞ്ഞ് ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ, ആഹാരം കഴിക്കേണ്ട സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിലോ ഉമ്മക്ക് അന്ന് മുഴുവനും അന്നത്തെ ടെൻഷൻ അതായിരിക്കോ, എന്റെ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്ന പല ആരോഗ്യങ്ങളും ഞങ്ങൾ മറന്നു കളഞ്ഞില്ലേ? നല്ല ആരോഗ്യം തന്ന റബ്ബ്, ആ ആരോഗ്യത്തോട് വളർത്താൻ ഞങ്ങൾക്ക് മക്കളെ തന്നില്ലേ? ആ റബ്ബ് തന്ന ആരോഗ്യത്തെ ഞങ്ങൾ മറന്നു കളഞ്ഞില്ലേ? എങ്ങനെയാണ് മറന്നത്? പള്ളി മിനാറങ്ങളിൽ ഹയ്യ അലസ്സലാ, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ് എന്താണ് വിളിച്ചു പറയുന്നത്? ഹയ്യ അലസ്സലാ, വിജയ നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. നല്ല നിലക്ക് ലൈറ്റ് കെട്ടിയിട്ടുണ്ട്, ശരിയാണ്. പിന്നെ യുവാക്കളെ, എന്റെ എല്ലാ നിലക്ക് കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളോടൊരു ചെറിയ നസീഹത്ത് എന്ന നിലക്ക് പറയട്ടെ. ഈ ബൾബ് കെട്ടിയതുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റേജ് കെട്ടിയതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്ര വലിയ പരിപാടി സംഘടിപ്പിച്ചതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന ധൈര്യമില്ലല്ലോ. ഇനി മുതലെങ്കിലും നിങ്ങളെ ഖൽബിലേക്കൊന്ന് കേറി വരണോ? എന്താണ് കേറി വരേണ്ടത്? 5 വക്ത നിസ്കാരം ഖളാവാതെ നിസ്കരിക്കാൻ കഴിയണോ?
നിസ്കാരമില്ലാത്ത മനുഷ്യന് അദ്ദേഹത്തിന് മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. ഇസ്ലാമിലെ ചില നിയമങ്ങളുണ്ട്. നിസ്കാരമില്ലാത്തവനാണോ അവനോട് സലാം പറയാൻ പോലും പാടില്ല. സലാം പറയാൻ പോലും പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ പുറത്തേക്ക് വന്നപ്പോ മുത്തായ നബി തങ്ങൾ പറയുകയാണ്, ഈ മദീനത്തെ പള്ളിയിലുള്ള ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള ചില മുസ്ലിമീങ്ങളുടെ വീടുണ്ടല്ലോ, ആ വീടിനെ ഞാൻ കരിച്ചു കളഞ്ഞാലോ, വിറകിന്റെ വലിയ കെട്ടങ്ങ് കൊടുന്നിട്ടോ ആ വീടങ്ങ് ഞാൻ കരിച്ചു കളഞ്ഞാലോ എന്ന് ചിലപ്പോൾ എന്റെ മനസ്സിലേക്ക് തോന്നോ. അപ്പൊ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നബിയെ വീടുകൾ കരിച്ചു കളയുന്നത്? മുത്തായ നബി തങ്ങൾ പറയുകയാണ്, ബാങ്കുവിളി കേട്ടിട്ട് പോലും പള്ളിക്ക് വരാത്തവരുണ്ടല്ലോ, ആ വീടുണ്ടല്ലോ, അത് നാശത്തിന്റെ വീടാണ്. അതൊരു മുസ്ലിമിന്റെ വീടാവാൻ സാധ്യതയില്ല. മുഅ്മിനീങ്ങളെ, നിസ്കരിക്കാതെ ദിക്റ് ചൊല്ലിയിട്ട് കാര്യമില്ല, നിസ്കരിക്കാതെ വഅദ് കേട്ടിട്ട് കാര്യമില്ല, നിസ്കരിക്കാതെ ഏത് സ്വലാത്ത് മജ്ലിസിലേക്കും പോയിട്ട് കാര്യമില്ല, നിസ്കരിക്കാതെ ബുൽമിനാർ ദർഗത്തിലേക്ക് പോയിട്ട് കാര്യമില്ല, നിസ്കരിക്കാതെ ബുൽമിനാർ സ്വലാത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല, നിസ്കരിക്കാതെ ഓൺലൈൻ മജ്ലിസിൽ ഇരുന്നിട്ട് കാര്യമില്ല. എല്ലാത്തിലും ഉപരി നിസ്കാരമാണ്, നിസ്കാരമാണ്. മരണാസന്നമായി കിടക്കുമ്പോ അവിടുന്ന് റൂഹങ്ങ് പിരിഞ്ഞു പോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണോ അതാർക്കും സഹിക്കാൻ വയ്യാത്ത മരണമല്ലേ. സ്വഹാബാക്കൾ കരഞ്ഞില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞില്ലേ, അവിടെയുള്ള മറ്റു സ്വഹാബാക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശബ്ദമങ്ങൾ നിലച്ചു പോവുകയാണ്, പിന്നീട് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നാലും അവിടത്തെ ചുണ്ടങ്ങ് ചലിക്കുകയാണ്, ചുണ്ടിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലിക്കുന്ന ചുണ്ടങ്ങ് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടത്തെ കാതങ്ങ് കൊണ്ടുപോയി ചുണ്ടിലേക്ക് വെച്ചു കൊടുക്കുന്നു. അവസാന സമയം, റൂഹോട് മെല്ലിടുന്ന സമയോ, ഈ ലോകത്തിന്റെ നേതാവ് ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് പറയുന്ന വാക്കെന്താണെന്നറിയോ? ഉമ്മത്തി ഉമ്മത്തി അസ്സലാ അസ്സലാ. ഓ എന്റെ സമുദായമേ, നിസ്കരിക്കണേ, നിസ്കാരം വിട്ട് കളിക്കല്ലേ, നിസ്കാരമില്ലാതെ കളിക്കല്ലേ. നാളെ പരലോകത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ മഹ്ശറയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ കയ്യങ്ങ് പിടിക്കാൻ യൗമയദൂ ആദമ വ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമയദൂ ഖൈറ ഖൽഖില്ലാഹി യാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. നാളെ പരലോകത്ത് എത്തുമ്പോ ഒരു ചാൻമേള് സൂര്യൻ നിൽക്കുമ്പോ ഒരൊറ്റ ഒരാള് സഹായത്തിനില്ലാത്ത സമയത്തോ മുത്തായ നബി തങ്ങള് ഞങ്ങളെ കയ്യങ്ങ് പിടിക്കണോ. അതിനൊറ്റ ഒരു മാർഗമേ ഉള്ളൂ, നിസ്കാരം വരവോളെ നിസ്കരിക്കണേ. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും
അഫ്ളലായ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇബാദത്താണ് നിസ്കാരം. ഉമ്മമാരെ, ഹൈലുള്ള സമയത്ത് നിസ്കാരം പാടില്ലല്ലോ. എന്നാൽ ചില ആൾക്ക് ഹൈല് വേഗം നിൽക്കുന്നവരുണ്ട്. 4 ദിവസം കഴിയുമ്പോ ഹൈല് രക്തം നിൽക്കുന്നവരുണ്ട്. നിഫാസ് രക്തം 40 ദിവസമാണ് ശരി. എന്നാലും ചില പെണ്ണുങ്ങൾക്ക് വേഗം നിൽക്കലുണ്ട്. എന്നാൽ 7 ദിവസം വരെ കാക്കേണ്ടതുണ്ടോ? വേണ്ട വേണ്ട. എപ്പോഴാണ് രക്തം നിൽക്കുന്നത് ആ സമയം മുതൽ നിസ്കാരം നിർബന്ധമാണ്. ചില ആൾക്കാർ 7 ദിവസം വരെ കാത്തു നിൽക്കോ. ഇനി ഫർള് കുളിയാണോ? അത് നല്ല നിലക്കൊന്ന് പഠിച്ചു വെക്കണേ. ചില ആൾക്കാർക്ക് ഫർള് കുളി പോലും അറിയില്ല. പ്രധാനപ്പെട്ട നിസ്കാരത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഫർളായ കുളി കുളിക്കുന്നത്. എങ്ങനെയാണ് ഫർള് കുളിക്കേണ്ടത്? അതെല്ലാ ആലിമീങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. മദ്രസ കിതാബുകളിൽ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാലും പലപ്പോഴും അത് മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നീയത്തോടുകൂടെ തലയിൽ നിന്ന് കാല് വരെ വെള്ളം എത്തിക്കണമെന്ന് ഞങ്ങൾ പഠിച്ചു 2 ഫർളുകള്. മുഅ്മിനീങ്ങളെ, അതിനെ സംബന്ധിച്ചൊന്ന് പഠിക്കണോ? എങ്ങനെയാണ് ഞാൻ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിക്കേണ്ടത്? ജനാബത്ത് കുളി ഞാൻ എങ്ങനെ കുളിക്കണോ? ഹൈള് കുളി ഞാൻ എങ്ങനെ കുളിക്കണോ? ഇന്ന് പല യൂട്യൂബുകളിലുണ്ടല്ലോ, അതൊന്ന് അടിച്ചു കൊടുത്താൽ പോരെ. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊന്ന് പഠിക്കണോ? ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് പഠിക്കണോ? ഇൽമ പഠിച്ച് പഠിച്ച് പഠിച്ചോ നല്ല നിലക്കൊരു ഈമാനികമായ ഒരു ചിന്ത നമ്മുടെ ഖൽബിൽ വേണോ? പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കൾക്ക് 7 വയസ്സായിട്ടുണ്ടോ? 7 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം 7 വയസ്സ് പൂർത്തിയായാൽ ഉമ്മ മക്കളോട് കൽപ്പിക്കണോ, ഓനെ നിസ്കരിക്കണോ? നിസ്കാരം ഇങ്ങനെയാണ്. ഉമ്മ നിസ്കരിക്കുമ്പോൾ മകനെ ഒന്ന് വിളിക്കണോ? ഉമ്മയോടൊപ്പം നിസ്കരിപ്പിക്കണോ? അല്ലെങ്കിൽ മകളെ ഒന്ന് വിളിക്കണോ? 10 വയസ്സായിട്ടോ നിന്റെ മകൻ നിസ്കരിക്കുന്നില്ലേ? എന്നാൽ നീ ഒരു ഈമാനുള്ള ഉമ്മയല്ല. നിനക്ക് ഈമാനില്ല. നിനക്ക് റബ്ബിനോട് സ്നേഹമില്ല. നിന്റെ മക്കളോട് നിനക്ക് സ്നേഹമില്ല. സ്നേഹമുള്ള ഉമ്മാക്ക് 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മക്കളെ അന്വേഷിക്കാതെ പറ്റൂല. കാരണം നാലക്കോടതിയിൽ നിങ്ങൾ വരൂലേ? റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കൂലേ? നിങ്ങളെ മുമ്പിൽ അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തെന്നറിയോ? വല്ലാത്ത ചോദ്യമാണ്. ഉമ്മയെയും പാപ്പയെയും നിർത്തിയിട്ടോ അല്ലാഹുവിന്റെ ചോദ്യം, അല്ലയോ മനുഷ്യ, മക്കളില്ലാതെ കഷ്ടപ്പെടുമ്പോ, മക്കളില്ലാതെ ദുആ ചെയ്യുമ്പോ, മക്കളില്ലാതെ പ്രയാസങ്ങൾ പറയുമ്പോ, ഞാൻ നിനക്ക് മക്കളെ തന്നില്ലേ? ഞാൻ നിനക്ക് നല്ല കുഞ്ഞുമോനെ തന്നില്ലേ? നീ എന്താണ് ആ മോനെ കൊണ്ട് എനിക്ക് ചെയ്യിപ്പിച്ചത്? ആ മോനെ കൊണ്ട് എന്താണ് നീ ഇബാദത്തെടുപ്പിച്ചത്? അപ്പോൾ ഉമ്മല് അതാ ബായിരങ്ങ് വിരല് കടിക്കോ. 10 വയസ്സ് കഴിഞ്ഞാൽ മക്കൾക്ക് നിസ്കാരം ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ചോദിക്കാൻ മനസ്സ് വരുന്നില്ല. ഒരാഴ്ച കാലം നിങ്ങൾ ചോദിച്ചോ? ഉമ്മ മഗ്‌രിബ് നിസ്കരിച്ച് ഖുർആൻ ഓതുന്നവളാണോ? മക്കൾ ഖുർആൻ ഓതും. 6 ബേജാറാക്കണ്ടവ, 6 ടെൻഷനാക്കണ്ട, ബേജാറാക്കണ്ട. പറയിടെങ്കത സ്റ്റേജ് നോക്കിയിട്ട് പറയോ? ഉള്ളത് പറയണം. ഉമ്മ മൊബൈൽ എത്തുന്നവളാണോ? 24 മണിക്കൂർ റീൽസുകൾ ഉമ്മ കാണുന്നവളാണോ? മക്കള് റീൽസ് കാണും. റീൽസുകൾ മക്കളുടെ ബ്രെയിനുകളെ ഇങ്ങനെ തിരിക്കും. സൈക്കോളജി പറയുന്ന ഒരു വാക്കുണ്ട്, മനഃശാസ്ത്രം. വിദ്യാർത്ഥികൾ ഇന്നിപ്പോ പരീക്ഷയിൽ പഠിക്കുന്ന മക്കള് ദർസുക്ക് പോണ്ട അവസ്ഥ എന്തു തരില്ല. ഭയങ്കര ദർസുക്ക് സുബൈക്ക് എഞ്ചിട്ട് പുറത്താക്കിയിട്ട് അബോ എന്ത് പുറത്താക്കൾ കൊണ്ടുണ്ട്. ഉറങ്ങിയിട്ട് ഇന്ന് കിടാ അവിടെ എടുത്തിട്ട് പൾട്ടിയാക്കിയിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് എണി പോ റട്ട് ചൊന്നിട്ട് കടത്തിയിട്ട് എന്ത് ഉപകാരമില്ല, ഒരക്ഷര തരില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക?
ചില മക്കളുണ്ടാവും നല്ല ഉഷാറുണ്ടാവും. മക്കൾക്ക് പലതരത്തിലുള്ള ബുദ്ധികളുണ്ട്. പ്രത്യേകിച്ച് പഠിക്കണം നിങ്ങൾ. എല്ലാ മക്കൾക്കും ഒരുപോലത്തെ ബുദ്ധിയല്ല. IQ പവർ ഉണ്ടായിക്ക ചൊല്ലാറ്. ആ ബുദ്ധികൾ പലതരത്തിലുള്ള ബുദ്ധികളാണ്. ചില വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് പറഞ്ഞ ഉടനെ മനസ്സിലാവും. ചില കുട്ടികൾക്ക് അങ്ങനെയല്ല. അവർ മദ്രസയിൽ പഠിക്കണം, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒന്നും കൂടി പഠിക്കണം, എന്നിട്ട് ഒരാഴ്ചകൾ കഴിയണം. ചില 1-ാം ക്ലാസ്സിന്റെ കുട്ടി തീരെ ഓതൂല, 2-ാം ക്ലാസ്സിലും ഓതൂല, 3-ാം ക്ലാസ് എത്തിയിട്ടാകുമ്പോ ഓതാൻ തുടങ്ങും. അതിന്റെ ബുദ്ധി എങ്ങനെ? 1-ാം ക്ലാസ്സിലെ റാങ്ക് കിട്ടണോ ചെന്നെങ്കില്ല, 2-ാം ക്ലാസ്സിലെ റാങ്ക് കിട്ടണമെന്നോ, 3-ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് ആ കിടാവ് ഏകദേശം അക്ഷരങ്ങൾ ഇങ്ങനെ വായിച്ച് പഠിക്കാൻ തുടങ്ങും. 5-ാം ക്ലാസ് എത്തുമ്പോൾ പെർഫെക്റ്റ് ആവും. പെർഫെക്റ്റ് ആവണമെങ്കിൽ ഉമ്മമാർ കറക്റ്റ് പെർഫെക്റ്റ് ആവണം. നീ എന്തുക ആവല, നീ മണ്ണ് തിന്നകാവല, നീ വെറുതെക്ക് പോണ്ടേ, നീ എന്തൊക്കെ നീക്ക് ഉപകാരം ഇല്ല, നിന്റെ കടത്തിട്ട് സ്വയല്ലേ, ഉമ്മയുടെ സാപ്പ തട്ടും, അപ്പ തട്ടും. ഉമ്മമാർ പ്രത്യേകിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് വളരെയധികം ചിന്തിക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂർ സീന പർവ്വതത്തിന്റെ മേൽഭാഗത്തിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോ, മൂസാ നബി അലൈഹിസ്സലാം തൂർ സീന പർവ്വതത്തിന്റെ മേൽഭാഗത്തിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോ അവിടുന്ന് അല്ലാഹു വിളിച്ച് പറയുകയാണ്, മൂസാ നബിയെ സൂക്ഷിച്ച് കയറണേ, ഒന്ന് നല്ലോളം സൂക്ഷിച്ച് മേൽഭാഗത്തേക്ക് കയറണേ. കാരണം അങ്ങേക്ക് ദുആ ചെയ്യേണ്ട വ്യക്തിയില്ല. മൂസാ നബിയുടെ ഉമ്മ മരണപ്പെട്ടിരുന്നു. മൂസാ നബി നബിയാണ്. തൂർ സീന പർവ്വതത്തിന്റെ മേൽഭാഗത്തിലേക്ക് കയറുന്നത് അല്ലാഹുവിന്റെ സംസാരം കേൾക്കാനാണ്. ആ മൂസാ നബി അങ്ങ് തൂർ സീന പർവ്വതത്തിന്റെ മേൽഭാഗത്തിലേക്ക് കയറുമ്പോ അവിടുന്ന് അല്ലാഹു പറയുകയാണ്, സൂക്ഷിച്ചങ്ങ് കയറണേ, അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദുആ ചെയ്യാൻ ഉമ്മയില്ല. ഉമ്മയുടെ ദുആ അത് എല്ലാ സയ്യിദന്മാരുടെ ദുആയേക്കാളും വലുതാണ്, എല്ലാ ഉസ്താദന്മാരുടെ ദുആയേക്കാളും വലുതാണ്. ചെറുപ്പക്കാരാ, 10-12 മണി വരെ അങ്ങാടിയുടെ ഭാഗത്ത് നിന്ന്, അങ്ങാടിയുടെ തെരുവോരങ്ങളിൽ നിന്ന് സമയം കളയുന്നുണ്ടോ? ഒന്നാലോചിച്ച് നോക്കണേ. നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ മനസ്സങ്ങ് വേദനിച്ചു പോയാലോ നിന്റെ എല്ലാം നശിച്ചു പോകും. ഒരു ഉമ്മയെ വേദനിപ്പിച്ചവൻ, ഒരു ബാപ്പയെ വേദനിപ്പിച്ചവൻ, അവൻ ദുനിയാവിൽ തന്നെ ആ ശിക്ഷ അനുഭവിക്കും. ഒരു ഉസ്താദിനെയും വേദനിപ്പിച്ചുകൂടാ. എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കണോ. ഏത് സംഘടനയിലുള്ള ആലിമീങ്ങളാവട്ടെ, അവർക്ക് തർക്കമില്ലല്ലോ. അയാള് എസ്കെയുടെ ആള്, ഇയാള് SSFയുടെ ആള്, ആലിമീങ്ങൾക്ക് തർക്കമില്ലല്ലോ. ശംസുൽ ഉലമയെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങള്, താജുൽ ഉലമയെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങള്. എല്ലാ പക്ഷത്തെയും ബഹുമാനിക്കണം. സുന്നത്ത് ജമാഅത്ത് നല്ല അടിയുറച്ച വിശ്വാസത്തിലങ്ങ് ജീവിക്കണോ. 12 മണി വരെ അങ്ങാടിയുടെ വാതിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, അതൊന്ന് നിർത്തിക്കൂടെ? കഞ്ചാവിന്റെ കാലമാണ്, പല ഡ്രഗിസ്റ്റുകളും നടന്നു പോകുന്ന കാലമാണ്. ഞാനൊരു പേപ്പറിൽ കാണാൻ സാധിച്ചു, ഫസ്റ്റ് PUCയിലുള്ള ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിന്റെ ബാഗില് കഞ്ചാവാണ്, അത് ഗാഞ്ചയാണ്. സുബ്ഹാനല്ലാഹ്, പേരെടുത്ത് നോക്കുമ്പോ മുസ്ലിമാണ്. എവിടേക്ക് എത്തിപ്പോയ സമുദായം? ഓ എന്റെ യുവാക്കള്, നിങ്ങളുടെ ഏറ്റവും വലിയ പിർസത്ത് ഒരു ഉസ്താദ് എന്ന നിലക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും വലിയ ഒരു സുഹൃത്ത് എന്ന നിലക്ക് ഒരു കാര്യം പറയട്ടെ. 10 മണിക്ക് മുമ്പായി നിങ്ങളെ വീട്ടിലേക്ക് അങ്ങ് എത്തണം. 10 മണിക്ക് ശേഷമുള്ള പോക്കുണ്ടല്ലോ, അത് വളരെയധികം സൂക്ഷിക്കണം. ഉമ്മയോട് കയറി സംസാരിച്ചുകൂടാ.
നിങ്ങളെ പ്രസവിക്കുന്ന സമയത്തോ ഒരുപാട് വേദന സഹിച്ചവരാണ് അവർ, ഒരുപാട് നൊമ്പരങ്ങൾ സഹിച്ചവരാണ് അവർ. ഉമ്മയുടെ വില മനസ്സിലാകണോ? ആ ഉമ്മയങ്ങ് മരണപ്പെട്ടു പോകണോ? അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളെ മക്കൾ നല്ല മക്കളാകണോ? നിങ്ങളെ മക്കൾക്ക് നല്ല ഇൽമ കിട്ടണോ? നിങ്ങളെ മക്കൾ നല്ല സാലിഹ്യങ്ങളാകണോ? അതിനൊരൊറ്റ ഒരു വഴിയേ ഉള്ളൂ. സുബ്ഹി നിസ്കാരത്തിന് അല്പം മുമ്പൊന്ന് എഴുന്നേറ്റണോ, തഹജ്ജുദ് നിസ്കരിക്കണോ, എന്നിട്ട് രണ്ട് കൈയങ്ങ് ഉയർത്ത് നിങ്ങളെ മക്കൾക്കൊന്ന് ദുആ ചെയ്തുകൂടെ? എങ്ങനെയുള്ള ഉമ്മയാണെങ്കിലോ, മകൻ മുസ്ലിമാണ്, ഉമ്മ മുസ്ലിമത്തല്ല, അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത പേരധർമ്മത്തിൽപ്പെട്ട ആളാണ്, എന്നാലും ആ ഉമ്മയുടെ ദുആക്ക് ഇജാബത്തുണ്ട്.